നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല. ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഭഗവാന്റെ കടാക്ഷം പെട്ടെന്ന് തന്നെ അവരിൽ വന്ന് ചേരുന്നതുമാകുന്നു. ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ്. ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച്, സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനായി ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനായി ഏവരും ഈ നിമിഷം കണ്ണുകൾ അടച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഏവരും കണ്ണുകൾ അടയ്ക്കുക. ഭഗവാനോട് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്ന് ചേരണം എന്നും ഇപ്പോൾ അനുഭവിക്കുന്ന ആ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിവായി ജീവിതത്തിലേക്ക് ഐശ്വര്യവും സൗഭാഗ്യങ്ങളും കടന്നു വരണം എന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക്, അത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുവാൻ വഴി കാട്ടിത്തരണം എന്ന് ഭഗവാനോട് ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഭഗവാനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഈ നിമിഷം ഏവരും ഈ കാര്യം പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പറയാം. അതിനു മുന്നോടിയായി ഏവരും കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ഭഗവാന്റെ ചിത്രം ഏതാണോ ആ ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പറയാം. അതിനു മുന്നോടിയായി ഏവരും കമന്റ് ബോക്സിൽ ഹരേ കൃഷ്ണ എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കൂടാതെ ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഏകാദശി പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേകിച്ചും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ ഉള്ളവർ തീർച്ചയായും പൂജയുടെ ഭാഗമാകുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. വളരെയധികം കഴിവുള്ളവരാണ് നിങ്ങൾ. ആ കഴിവ് നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങൾ നിങ്ങൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നതും വാസ്തവം തന്നെയാകുന്നു. മറ്റുള്ളവരെക്കാൾ കഴിവ് ഉണ്ട് എന്ന ആത്മവിശ്വാസം നിങ്ങളിൽ വന്നു ചേരണം. കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാകുന്നു. അത് ശരിയായ സമയത്ത് നിങ്ങൾക്ക് വർദ്ധിക്കുക തന്നെ ചെയ്യും. വ്യക്തിജീവിതത്തിൽ അഥവാ കുടുംബത്തിന് വലിയ വില നൽകുന്നവരാണ് നിങ്ങൾ. കൂടാതെ കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും കുടുംബത്തെ ഉയർച്ചയിൽ എത്തിക്കണം എന്ന് ആഗ്രഹിക്കുകയും കുടുംബാംഗങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ. നീതിയിൽ നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നവരാകുന്നു. ജീവിതത്തിന്റെ മൂല്യം നിങ്ങൾ പലപ്പോഴും തിരിച്ചറിയുന്നതാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ നിങ്ങൾ നന്മ ഉള്ളവർ തന്നെയാകുന്നു. നന്മയിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ സ്വഭാവ രീതികൾ മറ്റുള്ളവർക്ക് ഇഷ്ടമാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ തടസ്സങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതാകുന്നു. അത് പല കാര്യങ്ങൾ എന്ന് തന്നെ പറയാം. എന്നാൽ അത്തരം തടസ്സങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വഴിമാറിപ്പോകും, അകന്നു പോകും എന്ന് തന്നെ പറയാം. നന്മയുള്ള മനസ്സ് നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെ തെറ്റുപറ്റി എന്ന കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കും. തെറ്റ് തിരുത്തുവാൻ സാധിക്കുന്നതാകുന്നു. അങ്ങനെ മുന്നോട്ട് പോവുകയും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ശക്തി വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഭഗവാന്റെ അനുഗ്രഹത്താൽ മനോബലം വർദ്ധിക്കും. അത് നിങ്ങൾക്ക്
ഉയർച്ച നേടുവാൻ സഹായകരമായി മാറുകയും ചെയ്യും. ഏത് കാര്യവും കൃത്യമായി ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ നേടിത്തരും. അതിനാൽ ഈ കാര്യവും പ്രത്യേകം ഓർക്കുക. ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അപ്രതീക്ഷിതമായിരിക്കും ഈ കാര്യങ്ങൾ എന്ന കാര്യവും ഓർത്തിരിക്കുക. ചില അവസരങ്ങളിൽ അപ്രകാരമാണ് സംഭവിക്കുക. പല കാര്യങ്ങളിലും വിചാരിക്കാതെ തന്നെ നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് തുടരുവാൻ തന്നെ സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ പ്രതിസന്ധികൾ മറികടന്ന് മുൻപോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ഏത് അവസ്ഥയിലാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത. ഈശ്വരാധീനം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ എളുപ്പമാണ് എന്ന കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. ബന്ധുക്കളിൽ നിന്നും പല പ്രശ്നങ്ങൾ, സുഹൃത്തുക്കളിൽ നിന്നും, നിങ്ങൾ വിശ്വസിക്കുന്ന പലരിൽ നിന്നും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ അത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. കഠിനാധ്വാനത്താൽ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുത്തിട്ടുള്ളവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കും. നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. നിത്യവും ഭഗവാനെ ആരാധിക്കുക. ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ ഉയരുക തന്നെ ചെയ്യും. ഭഗവാനെ ഇത്തരത്തിൽ നിങ്ങൾ ആരാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഗ്രഹ സാഫല്യം തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. അതിന് അധികം കാലതാമസം ഉണ്ടാകില്ല എന്ന കാര്യവും നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ ശുഭപ്രതീക്ഷകൾ കടന്നു വരുന്നു എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും നടക്കില്ല എന്ന് വിചാരിച്ച അത്തരം കാര്യങ്ങൾ പോലും നടക്കുന്ന അവസ്ഥ. ജീവിതത്തിൽ വിജയിക്കില്ല എന്ന് വിചാരിച്ചവർക്ക് വിജയം നേടുവാൻ സാധിക്കും എന്ന ചിന്ത മനസ്സിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവയുടെ മൂല്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതാകുന്നു. സമ്പത്ത്, അതേപോലെ തന്നെ സ്ഥലം, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കഠിനാധ്വാനത്താൽ നേടിയെടുക്കുവാൻ സാധിക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പലരും. അത്തരത്തിൽ വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് പഠനവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള സാധ്യതകൾ തെളിയുന്നു എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാകുന്നു. കഷ്ടതകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത്തരം കഷ്ടതകൾ ഒരു പരിധിവരെ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. പ്രതിസന്ധികൾ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആ പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. ജീവിതത്തിൽ സഹായിക്കാൻ ഒരു വ്യക്തി കടന്നു വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായം നൽകുന്ന ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് വർദ്ധിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം.
പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആ വിജയങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് വന്നു ചേരുന്ന വിജയങ്ങളാകാം. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിൽ വന്നു ചേരും എന്ന കാര്യവും അറിഞ്ഞിരിക്കുക. നേട്ടങ്ങളോടൊപ്പം തന്നെ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഒരിക്കലും അതിൽ മതിമറക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ സംഭവിച്ചാൽ അതെല്ലാം നഷ്ടമാകുവാൻ കാരണമാകും എന്നുകൂടി മനസ്സിലാക്കുക. സൗഭാഗ്യം ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടന്നു വരും. ഇതെല്ലാം ഭഗവാന്റെ കടാക്ഷത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വേണ്ടതാകുന്നു. വാഹനം നിങ്ങൾക്ക് വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട് ലാഭം പ്രതീക്ഷിക്കാം. ചിന്താഗതി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മാറുന്നതാകുന്നു. ആ ചിന്താഗതി തെറ്റായിരുന്നു എന്ന ചിന്ത പോലും നിങ്ങളിലേക്ക് കടന്നു വരും എന്ന കാര്യവും അറിഞ്ഞിരിക്കുക. മറ്റുള്ളവർക്ക് പോലും നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്ന വ്യക്തി എന്ന അഭിപ്രായമാണ് ഉള്ളത്. അതിനാൽ പലരും നിങ്ങളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശ്വസിച്ച് ഒപ്പം കൂട്ടുന്നവരാകുന്നു. അത് തുടരുക തന്നെ ചെയ്യും. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാകുന്നു. എന്നാൽ അത്തരം പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. അത് ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്യുവാനുള്ള വഴി ഭഗവാൻ തന്നെ കാട്ടിത്തരുന്നതാകുന്നു. സന്തോഷകരമായ കുടുംബജീവിതം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഒരു പരിധിവരെ തർക്കങ്ങൾ ഒഴിവായി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം അവസരങ്ങൾ വന്നു ചേരും. വിജയങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. സൗഹൃദങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഏത് കാര്യത്തിനും മറ്റുള്ളവരുടെ സഹായം നിങ്ങളിൽ വന്ന് ചേരുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയങ്ങൾ അപ്രതീക്ഷിതമായി നേടിയെടുക്കുവാൻ സാധിക്കും. പലരും അകമഴിഞ്ഞു തന്നെ സഹായിക്കും എന്ന് തന്നെ പറയാം. അത് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും ആകണം എന്നില്ല. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നുമായിരിക്കും ചില അവസരങ്ങളിൽ ഇത്തരത്തിൽ സഹായം ലഭിക്കുക. അത് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കും എങ്കിലും ഭഗവാന്റെ കടാക്ഷത്താൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും എന്ന വ്യക്തമായ ധാരണ നിങ്ങൾക്ക് വേണം. അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തുകയും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ച് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്ന കാര്യം ഓർക്കുക. സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന കാര്യവും അറിഞ്ഞിരിക്കുക. ദീർഘനാളായി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ നടക്കുവാൻ പോകുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. മനസ്സിലുണ്ടായിരുന്ന ആ വിഷമങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും ആഗ്രഹ പൂർത്തീകരണത്തിന് വഴി തുറക്കുകയും ചെയ്യും. അതിനാൽ ഈ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഭഗവാനെ നിത്യവും ആരാധിക്കുക. ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക. തീർച്ചയായും ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും.